നമസ്കാരം. ഒരു ദിവസത്തെ ഒരു ഡേ ട്രിപ്പിനായിട്ട് ലണ്ടനിൽ വന്നതാണ്. അപ്പോൾ ഒരു സുഹൃത്തിനെയും കൂട്ടിയിട്ട് ലണ്ടനിൽ വന്നപ്പോൾ അവർക്കും കൂടി കാണിച്ചു കൊടുത്ത കുറച്ച് കാഴ്ചകൾ നിങ്ങളെ കൂടി കാണിക്കുകയാണ്. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബക്കിംഗ്ഹാം പാലസിലാണ്. ബക്കിംഗ്ഹാം പാലസിൻ്റെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ച് കാഴ്ചകൾ ലണ്ടനിൽ കറങ്ങുന്ന ചെറിയൊരു വീഡിയോ, അതൊക്കെ മൊത്തത്തിലൊരു ചെറിയ വീഡിയോ ആക്കി കാണാം. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ രാജകൊട്ടാരങ്ങളിലൊന്നായ ബക്കിംഗ്ഹാം പാലസാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബ്രിട്ടീഷ് രാജാവിൻ്റെ ഔദ്യോഗിക ലണ്ടൻ വസതിയാണിത്. ആദ്യം 1703 ഇത് ബക്കിംഗ്ഹാം ഹൗസ് എന്ന പേരിൽ ഒരു സ്വകാര്യ മാളികയായിട്ടാണ് നിർമ്മിച്ചതെങ്കിലും പിന്നീട് ഇത് വികസിപ്പിച്ച് രാജകൊട്ടാരമാക്കി. 1837 ക്വീൻ വിക്ടോറിയ ഇവിടെ താമസം തുടങ്ങിയോടെയാണ് ഇത് ബ്രിട്ടീഷ് രാജകുടുംബത്തിൻ്റെ ഔദ്യോഗിക വസതിയായി മാറുന്നത്. ഇവിടെ ഈ ഇത്രയും വലിയ കൊട്ടാരത്തിൽ ഏകദേശം 775 മുറികളുണ്ട്. അതിൽ 19 സ്റ്റേറ്റ് റൂമുകൾ, 52 രാജകുടുംബത്തിൻ്റെയും അതിഥികളുടെയും ബെഡ്റൂമുകൾ, 188ഓളം സ്റ്റാഫ് റൂമുകൾ, 92 ഓഫീസുകൾ, അങ്ങനെ അത്രയും വിപുലമായ ബൃഹത്തായ ഒരു രാജകൊട്ടാരമാണ്. ഇവിടെ എത്തുന്നവർക്കുള്ള പ്രത്യേക ഒരു കാഴ്ചയാണ് ഈ കിങ് ഗാർഡ്സിൻ്റെ കാഴ്ച എന്ന് പറയുന്നത്. നമ്മൾ ബ്രിട്ടനിലെ എല്ലാ ഭൂരിഭാഗം ഐക്കോണിക്കായിട്ടുള്ള ഫോട്ടോയിലും കാണുന്ന ഒരു രൂപമാണ് ഈ കിങ് ഗാർഡ്സിൻ്റെ. അവരുടെ ആക്ടിവിറ്റീസ് വാച്ച് ചെയ്യാൻ തന്നെ ഭയങ്കര രസമാണ്. അത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഭയങ്കര രസമാണ്. ഇവിടെ നടക്കുന്ന ഗാർഡ് ചേഞ്ചുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് എത്തിച്ചേരുന്നത്, ഓരോ തവണയും എത്തിച്ചേരുന്നത്. അത് ആഴ്ചയ്ക്ക് തന്നെ 3 ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊക്കെയാണ് നടക്കുന്നത്. ഈ കിങ് ഗാർഡ്സിന് ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. അതൊന്നും ഒരു വീഡിയോയിൽ പറഞ്ഞ് തീർക്കാൻ പറ്റില്ല. ഈ പാലസിനെക്കുറിച്ചും ഈ ഗാർഡ്സിനെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ തീരാത്തത്രയും കാര്യങ്ങളുണ്ട്. അവരുടെ കോസ്റ്റ്യൂംസിന് ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. അത് ഓരോ സീസണിലും ആ കോസ്റ്റ്യൂംസിന് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇത് എത്രയോ വർഷങ്ങളായിട്ട് തുടരുന്ന പാരമ്പര്യത്തിൻ്റെ ഭാഗമാണത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു അപ്പിയറൻസാണ് ഇവരെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ അവർ അപ്പിയറൻസ് മാത്രമേ കാണുമ്പോഴുള്ള അപ്പിയറൻസ് മാത്രമേ മനോഹരമുള്ളൂ. അവർ സ്ട്രിക്റ്റ് ആയിട്ടുള്ള അവരുടെ ജോലിയിൽ മുഴുകുന്ന ആളുകളാണ്. അത്രയും സ്ട്രിക്റ്റ് ഓഫീസർമാരാണ് അവിടെയുള്ളത്. ഈ കൊട്ടാരത്തിൻ്റെ വലിപ്പം കണ്ടോ, വളരെ വലിയൊരു രാജകൊട്ടാരമാണ് ഈ ബക്കിംഗ്ഹാം പാലസ് എന്ന് പറയുന്ന ഈ പാലസ്. ബ്രിട്ടീഷ് രാജാവിൻ്റെ ഔദ്യോഗിക ലണ്ടൻ വസതിയും രാജഭരണത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ആസ്ഥാനവുമാണ് ഇന്നിപ്പോൾ ഈ ബക്കിംഗ്ഹാം പാലസ്. ലോകമെമ്പാടുമുള്ള രാഷ്ട്രത്തലവന്മാരെ സ്വീകരിക്കുന്നതും പ്രധാന രാജകീയ ചടങ്ങുകൾ നടക്കുന്നതും ഇന്ന് ഇവിടെ വെച്ചിട്ടാണ്. രസകരമായ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ കൊട്ടാരത്തിൽ രാജാവ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു കാര്യം നോക്കിയാൽ മതി. രാജാവ് കൊട്ടാരത്തിലുണ്ടോ അല്ലെങ്കിൽ കൊട്ടാരത്തിനകത്തുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഈ മുകളിൽ അതിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള പതാക, റോയൽ സ്റ്റാൻഡേർഡ് പതാക പാറുകയാണെങ്കിൽ രാജാവ് കൊട്ടാരത്തിലുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതല്ല യൂണിയൻ ഫ്ലാഗാണ് പാറുന്നതെങ്കിൽ രാജാവ് പുറത്താണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതൊരു വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ആ ഒരു പതാക അവിടെ കാണാം. ഇപ്പോൾ രാജാവ് ഇല്ല, അവിടെ അതിനുള്ളിൽ ഇല്ല എന്നുള്ളതാണ് തെളിയിക്കുന്ന പതാകയാണ് അവിടെ ഉള്ളത്. ഈ പാലസിൻ്റെ മുന്നിൽ തന്നെ കാണുന്ന ഗംഭീരമായ സ്മാരകമാണ് ക്വീൻ വിക്ടോറിയ മെമ്മോറിയൽ എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ശില്പങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ ക്വീൻ വിക്ടോറിയ സ്മാരകമാണ് ഈ കാണുന്ന നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്മാരകം എന്ന് പറയുന്നത്. 1901 അന്തരിച്ച ക്വീൻ വിക്ടോറിയ രാജ്ഞിയുടെ സ്മരണയ്ക്കായിട്ട് ഈ നിർമ്മിച്ചിരിക്കുന്ന ഈ സ്മാരകം. ആ സ്മാരകവുമായി ബന്ധപ്പെട്ട് ഓരോ വശങ്ങളിലും ഓരോരോ ചെറുതെന്ന് പറയാൻ പറ്റില്ല, വലിയ മറ്റ് സ്മാരകങ്ങളും ഉണ്ട്. അതിനൊക്കെ ഓരോരോ അർത്ഥങ്ങളുണ്ട്. ജസ്റ്റിസ്, ട്രൂത്ത്, ചാരിറ്റി, മദർഹുഡ്, അതുപോലെ തന്നെ കറേജ് എന്നൊക്കെ ഐതിഹ്യങ്ങൾ വരുന്ന സ്റ്റാച്യൂസാണ് ഇതിന് ചുറ്റുമുള്ളത്. വലിയൊരു സ്മാരകമാണ്. ഭയങ്കര ഹൈറ്റാണ് ഇതിന്. നമ്മളതിൻ്റെ താഴത്ത് നിൽക്കുമ്പോൾ മനസ്സിലാവുള്ളൂ. വളരെ ബൃഹത്തായിട്ടുള്ളൊരു സ്മാരകമാണിത്. ഏകദേശം 25 മീറ്ററാണ് ഇതിൻ്റെ ഉയരം. 2300 ടൺ വെള്ള കരാറ മാർബിൾ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അത്രയും വലിപ്പമുള്ളൊരു നിർമ്മിതിയാണിത്. ബക്കിംഗ്ഹാം പാലസിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 39 ഏക്കർ വിസ്തൃതിയുള്ള ലണ്ടനിലെ ഏറ്റവും വലിയ സ്വകാര്യ ഉദ്യാനം ഉണ്ട്. ആ ഒരു ഉദ്യാനത്തിൻ്റെ കാഴ്ചകളാണ്. ആ ഉദ്യാനത്തിൻ്റെ ഒരു ഭാഗത്തുനിന്നുള്ള കാഴ്ചയാണ്. നിങ്ങൾക്ക് ദൂരെ ലണ്ടൻ ഐ കാണാം. അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകങ്ങളുടെ ഡോമുകൾ അങ്ങ് ദൂരെ കാണാം. വളരെ മനോഹരമായ ഒരു ഉദ്യാനമാണത്. അത് അത്രയും 39 ഏക്കറുണ്ട്. ഇവിടെ ഈ ഒരു ഉദ്യാനത്തിൽ തടാകമുണ്ട്, അതുപോലെ തന്നെ ഹെലികോപ്റ്റർ ലാൻഡിങ് ഏരിയ ഉണ്ട്, ആയിരക്കണക്കിന് മരങ്ങളും പൂച്ചെടികളും ഉണ്ട്. ഈ ഒരു ഉദ്യാനത്തിൽ വെച്ചിട്ട് വർഷം തോറും നടക്കുന്ന പ്രശസ്തമായ ഒരു പരിപാടിയാണ് റോയൽ ഗാർഡൻ പാർട്ടി എന്ന് പറയുന്നത്. ഈ ഒരു ഉദ്യാനത്തിൽ വെച്ചിട്ടാണ് അത്തരത്തിലുള്ള പാർട്ടികൾ നടക്കുന്നത്. ഈ ഇത്രയും വലിയ ബക്കിംഗ്ഹാം പാലസിൻ്റെ മുന്നിൽ നിന്ന് ഒരു മനോഹരമായിട്ടുള്ള ഏക്കർ കണക്കിനുള്ള ഒരു പ്രദേശമാണ് ഈ ഒരു ഉദ്യാനം എന്ന് പറയുന്നത്.
നമ്മൾ നടന്നാലും തീരില്ല, അത്രയും വലിയൊരു പ്രദേശത്തുള്ളൊരു ഉദ്യാനം. ഈ കാണുന്നതാണ് ലണ്ടൻ വിക്ടോറിയ സ്റ്റേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ ബസ് ഇറങ്ങി ഇവിടുന്ന് ട്യൂബ് പിടിച്ചിട്ടാണ് ഓരോ സ്ഥലങ്ങളിലും നമ്മൾ ലണ്ടൻ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത നമ്മളെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഈ കാണുന്ന ബിഗ് ബെൻ കാണാൻ വേണ്ടി നമ്മൾ എത്തിയിരിക്കുകയാണ്. ബിഗ് ബെന്നിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ബിഗ് ബെൻ കിട്ടി ഫോട്ടോ എടുക്കുക എന്നുള്ളത് ബിഗ് ബെൻ കാണുന്ന എല്ലാ സഞ്ചാരികളെയും അല്ലെങ്കിൽ ലണ്ടൻ കാണുന്ന എല്ലാ സഞ്ചാരികളുടെയും ഒരു ഫോട്ടോഗ്രാഫി പോയിൻ്റാണ്. ആ ഫോട്ടോഗ്രാഫി പോയിൻറ്റിൻ്റെ ആ ഭാഗത്തുള്ള തിരക്കാണത്. അപ്പോൾ നമ്മൾ ബക്കിംഗ്ഹാം പാലസിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം അവിടെ നിന്ന് നടന്ന് ബിഗ് ബെൻ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ബക്കിംഗ്ഹാം പാലസിൻ്റെ അടുത്ത് ഒരു മാരത്തോൺ നടക്കുന്നതുകൊണ്ട് തന്നെ കുറേ ഭാഗങ്ങൾ അവർ കുറച്ച് റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ട്. എന്നാലും നമ്മൾ പരമാവധി കാണാൻ പറ്റുന്ന കാഴ്ചകളൊക്കെ കണ്ട് നേരെ നടന്ന് ബിഗ് ബെൻ കാണാൻ വന്നിരിക്കുകയാണ്. അതിൻ്റെ കാഴ്ചകൾ കുറച്ച് കാണാം. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ക്ലോക്കുകളിലൊന്നായ ബിഗ് ബെൻ ആണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ബിഗ് ബെൻ ഫ്രെയിമിൽ കിട്ടി ബാക്ക്ഗ്രൗണ്ടിൽ കിട്ടിയിട്ട് ഫോട്ടോ എടുക്കാൻ വരുന്ന ആളുകളുടെ തിരക്കാണ് എൻ്റെ സൈഡിൽ ഈ കാണുന്ന തിരക്ക് എന്ന് പറയുന്നത്. ഈ ബിഗ് ബെൻ സന്ദർശിക്കുന്ന എല്ലാവർക്കും അതിൻ്റെ ഒരു ഫ്രെയിമിലുള്ളൊരു ഫോട്ടോ നിർബന്ധമാണ്. ബിഗ് ബെന്നിൻ്റെയും പാർലമെൻറ്റിൻ്റെയും തൊട്ടടുത്തുള്ള പാർലമെൻറ്റ് സ്ക്വയറിൽ നിൽക്കുന്ന ഈ ഒരു പ്രതിമ നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ പ്രതിമ. ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള നേതാക്കന്മാരുടെ പ്രതിമകൾക്കിടയിലാണ് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെയും പ്രതിമ ഇവിടെയുള്ളത്. ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധത്തിൻ്റെ ഒരു പ്രധാന പ്രതീകമായിട്ടാണ് ഈ ഒരു പ്രതിമയെ കണക്കാക്കുന്നത്, ഇവിടെയുള്ള ഗാന്ധി പ്രതിമയെ കണക്കാക്കുന്നത്. ആ ഒരു പാർലമെൻറ്റ് സ്ക്വയറിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന കാഴ്ചകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൂരെ നമ്മളെ ബിഗ് ബെൻ കാണാം. ആളുകൾ പലരും ഈ മുഴുവൻ ടവറിനെയാണ് ബിഗ് ബെൻ എന്ന് വിളിക്കുന്നത്. യഥാർത്ഥത്തിൽ ബിഗ് ബെൻ എന്ന് പറയുന്നത് ടവറിനുള്ള ഏകദേശം 13.5 ടൺ ഭാരമുള്ള വലിയ ആ ഒരു ബെല്ലിനെയാണ് ബിഗ് ബെൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫുൾ ടവറിൻ്റെ യഥാർത്ഥ പേര് എലിസബത്ത് ടവർ എന്നാണ്. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ബിഗ് ബെന്നും അതുപോലെ തന്നെ ബക്കിംഗ്ഹാം പാലസും ലണ്ടനിലെ പ്രധാനപ്പെട്ട മറ്റ് ഐക്കോണിക് സ്ഥലങ്ങളെയൊക്കെ കോർത്തിണക്കി ചെറിയ ചെറിയ റീലുകളാക്കിയിട്ട് ഞാൻ നേരത്തെ എൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിൽ ഇട്ടിരുന്നു. ഓരോരോ എന്താണ് ബിഗ് ബെൻ അല്ലെങ്കിൽ എന്താണ് ബക്കിംഗ്ഹാം പാലസ്, അങ്ങനെ എൻ്റെ അറിവിലുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് ഓരോരോ സിംഗിൾ റീലാക്കിയിട്ട് ഇട്ടിരുന്നു. സമയമുള്ളവർ അതൊക്കെ കാണണേ. ലക്ഷക്കണക്കിന് സഞ്ചാരികളാണ് ഓരോ ദിവസവും ഈ ലണ്ടൻ നഗരം കാണാൻ വേണ്ടിയിട്ട് എത്തുന്നത്. അത് സ്വദേശികളായിട്ടും വിദേശികളായിട്ടും ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ ഓരോ ദിവസവും എത്തിച്ചേരുന്നത്. ലണ്ടൻ്റെ വിവിധ ഭാഗങ്ങളിൽ ലോകപ്രശസ്തമായ ഐക്കോണിക് ആയിട്ടുള്ള സ്ഥലങ്ങളും ചരിത്ര പ്രധാനമുള്ള സംഭവങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം, അനേകായിരം ആളുകൾ ഇങ്ങനെ ഒഴുകുവാണ് ഓരോ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ടും. ഇത്രയും വലിയ മഹാനഗരത്തിൽ ആളുകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങ് ദൂരെ കാണാം, ലണ്ടൻ ഐ ആണ് നിങ്ങൾ അങ്ങ് ദൂരെ ഫ്രെയിമിൽ കാണുന്നത്. ലണ്ടനിലെ ഏറ്റവും പ്രശസ്തമായ ലാൻഡ്മാർക്കുകളൊന്നായ ലണ്ടൻ ഐ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തേംസ് നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ലണ്ടൻ ഐ ലോകമെമ്പാടുമുള്ള സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ആകർഷണമാണ്. ഏകദേശം ലണ്ടൻ നഗരം 360 ഡിഗ്രിയിൽ നമുക്ക് ഈ ലണ്ടൻ ഐയിൽ കയറിയാൽ കാണാൻ പറ്റും. ഈ ലണ്ടൻ നഗരത്തിൻ്റെ വലിയ വിശാലമായൊരു വ്യൂ കാണാൻ പറ്റും. അപ്പം ബിഗ് ബെൻ കഴിഞ്ഞ് നമ്മൾ നേരെ ലണ്ടൻ ഐ കാണാൻ വന്നിരിക്കുകയാണ്. ലണ്ടൻ ഐയിൽ കയറുന്നില്ല, പുറകിൽ കാണുന്ന ലണ്ടൻ ഐ ജസ്റ്റ് ഒന്ന് കണ്ട് പോകാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ലണ്ടൻ ഐ കാണാൻ വരുന്നതോടൊപ്പം തന്നെ മറ്റൊരു ആകർഷണമായിട്ടുള്ള കാര്യമാണ് ഈ തേംസ് നദിയിലൂടെയുള്ള ഈ ഒരു ബോട്ടിംഗ് എന്ന് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട എടുത്ത് പറയേണ്ടത് യൂബർ ബോട്ടുകളാണ്. ഈ ഒരു യൂബർ ബോട്ട് വളരെ ഫേമസ് ആണ്. അപ്പോൾ ആ ബോട്ടിൽ ഇങ്ങനെ കറങ്ങി ലണ്ടൻ ഐയൊക്കെ കണ്ട് ലണ്ടൻ ലണ്ടൻ ടവർ ബ്രിഡ്ജൊക്കെ കണ്ടുവരുന്ന ഒരു ബോട്ടിംഗ് സംഭവം, അതൊരു പ്രധാനപ്പെട്ട സഞ്ചാരികളുടെ ആകർഷകമായിട്ടുള്ളൊരു കാര്യമാണ്. 1999 ഈ ഒരു ലണ്ടൻ ഐ സ്ഥാപിച്ചത്. പക്ഷേ 2000 ഇത് പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തത്. സത്യം പറഞ്ഞാൽ പുതിയ സഹസ്രാബ്ദത്തെ, അതായത് മില്ലേനിയത്തെ ആഘോഷിക്കുന്നതിനായിട്ട് വേണ്ടിയിട്ട് തുറന്നതാണ് ഈ ഒരു ലണ്ടൻ ഐ. അതൊരു 5 വർഷത്തേക്കുള്ള പദ്ധതി മാത്രമായിരുന്നു. പക്ഷേ പിന്നീട് ജനപ്രീതി വളരെ കൂടുതലായതിനാൽ ഇത് സ്ഥിരമായി നിലനിർത്താൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയായിരുന്നു. 135 മീറ്ററാണ് ഈ ലണ്ടൻ ഐയുടെ ഉയരം എന്ന് പറയുന്നത്. ലണ്ടനിലെ തെരുവീതികളിലൂടെ നടക്കുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഒരു ഫീലാണ്. നമുക്ക് ഓരോ കെട്ടിടങ്ങൾ കാണുമ്പോൾ ചരിത്രവും നമ്മളെവിടെയൊക്കെയോ നോട്ട് പുസ്തകങ്ങളിലൊക്കെ കണ്ടു മറന്ന ഒട്ടേറെ കാഴ്ചകളൊക്കെയാണ്. ഈ കാണുന്നൊരു പ്രൊട്ടസ്റ്റാണ് കേട്ടോ. നമ്മളെ നാട്ടിലും ഇവിടെയും ഒക്കെ എല്ലാ സ്ഥലത്തും പല പല വിഷയങ്ങളിലും പ്രൊട്ടസ്റ്റുകൾ നടക്കാറുണ്ട്. അത് ജനങ്ങളെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും, നാടിനെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും, എല്ലാ ഭാഗത്തും, ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പ്രൊട്ടസ്റ്റുകൾ നടക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രൊട്ടസ്റ്റാണ് ഇപ്പോൾ ഞാൻ ഈ ലണ്ടൻ കാണാൻ വന്ന സമയത്ത് എനിക്കും കാണാൻ പറ്റിയത്. ഇപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് വൈറ്റ് ഹാളിലാണേ. ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത് ഈ കാണുന്ന കുതിരപ്പുറത്തുള്ള പടയാളികളാണ്.
ഒട്ടേറെ പ്രത്യേകതകളുള്ള ഒരു ഗാർഡുമാരാണ് ഈ ഹോഴ്സ് ഗാർഡ് എന്ന് പറയുന്നത്. അവരെ കാണാൻ തന്നെ വളരെ ഭംഗിയാണ്. 1660 മുതൽ ഈ ഒരു ഹോഴ്സ് ഗാർഡ് നിലവിലുണ്ട്. അപ്പോൾ അവിടെ ഈ ഹോഴ്സ് ഗാർഡുകളൊക്കെ കണ്ട് നമ്മൾ അതിൻ്റെ ഒരു സ്ഥലമൊക്കെ കവർ ചെയ്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് സാവധാനം പോവുകയാണ്. അടുത്ത സ്ഥലത്ത് നമ്മൾ എന്ന് പറയുന്നത് നമ്മൾ ട്രഫാൽഗർ സ്ക്വയറിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. 1805 ഒരു നാവിക യുദ്ധത്തിൽ ബ്രിട്ടൻ്റെ വിജയത്തിൻ്റെ സ്മരണക്കായിട്ടാണ് ഈ ഒരു സ്ക്വയറിന് ആ ഒരു പേര് കിട്ടിയത്. ഈ ഒരു സ്ക്വയറിൻ്റെ തൊട്ട് മുന്നിലായിട്ടാണ് ലോകപ്രശസ്തമായ നാഷണൽ ഗാലറി. 1824 ആരംഭിച്ച ഈ ആർട്ട് മ്യൂസിയത്തിൽ 13-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ട് വരെയുള്ള 2000-ത്തിലധികം പ്രശസ്ത ചിത്രങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ആർട്ട് ഗാലറിയുടെ ഉള്ളിലൊന്നും കയറി കണ്ടിട്ടില്ല. ആർട്ട് ഗാലറിയൊക്കെ പുറമേ നിന്ന് കണ്ട് നമ്മൾ അടുത്ത സ്ഥലങ്ങൾ ഇങ്ങനെ കവർ ചെയ്ത് പോവാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ലണ്ടനിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കവർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സ്ക്വയറിൻ്റെ നടുവിലുള്ള ആ ഒരു സ്തംഭത്തിൻ്റെ വലിപ്പം കണ്ടോ? ഈ ഒരു സ്തംഭം എന്ന് പറയുന്നത് യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച അഡ്മിറലിൻ്റെ സ്മരണക്കായിട്ട് നിർമ്മിച്ചതായിരുന്നു. നമ്മൾ അവിടുന്ന് നേരെ പോകുന്നത് ചൈന ടൗൺ കാണാൻ വേണ്ടിയിട്ടാണ് അവിടുന്ന് നേരെ പോയത്. അപ്പോൾ ചൈന ടൗൺ കാണാൻ പോകുന്ന ആ ഒരു വഴിയിലൊക്കെയുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന M&M ലോകത്തിലെ ഏറ്റവും വലിയ M&Mൻ്റെ ഷോറൂമാണ്. അപ്പോൾ ആ ഒരു ഷോറൂമിൻ്റെ കാഴ്ചകൾ, ഈ തെരുവീതികൾ, ആളുകളൊക്കെ ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞൊഴുകുകയാണ്. അപ്പോൾ ഇത് ചൈന ടൗണിൽ എത്തിയിരിക്കുകയാണ്. ചൈന ടൗണിൻ്റെ ഒരു കവാടമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഓരോരോ സ്ഥലങ്ങളും വെച്ചുകൊണ്ട് ചെറിയ ചെറിയ റീലുകൾ എൻ്റെ പ്രൊഫൈലിൽ നേരത്തെ കിടപ്പുണ്ട്. ഇപ്പോൾ കാണാൻ പറ്റുന്നവരതൊക്കെ കാണുക. ചൈന ടൗണിനെ കുറിച്ചിട്ടൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ അറിയുന്ന രീതിയിലുള്ള വീഡിയോകൾ ചെയ്തിരുന്നു. ചൈന ടൗണൊക്കെ നല്ല തിരക്കായിരുന്നു. ചൈന ടൗണിൽ കയറിയിട്ട് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള കടകളിൽ നിന്ന് അത്യാവശ്യം വൈറൽ ഫുഡ്സ് എക്സ്പെരിമെൻ്റൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. അതിനുശേഷം നമ്മൾ നേരെ എത്തിയത് എവിടെയാണെന്നറിയോ? ഈ കാണുന്ന നമ്മുടെ ലണ്ടൻ ടവർ ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ടാണ്. ലണ്ടൻ ടവർ ബ്രിഡ്ജിൻ്റെ മനോഹരമായ ദൃശ്യമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. തേംസ് നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു മനോഹരമായ പാലം ലണ്ടൻ്റെ പ്രധാന പ്രതീകങ്ങളിലൊന്നാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ പാലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ലണ്ടനിലുള്ള ഈ ടവർ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇന്നും ഈ പാലത്തിൻ്റെ അടിയിലൂടെ കപ്പൽ പോകുമ്പം ആ കാണുന്ന ടവറിന് നടുവിലുള്ള ആ ഭാഗം രണ്ടായി പിളർന്ന് അതിന് നടുവിലൂടെയാണ് ഈ കാണുന്ന ആ ഒരു പാലം രണ്ടായി മാറി അതിൻ്റെ ഇടയിലൂടെയാണ് കപ്പലുകൾ കടന്നു പോകുന്നത്. അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ സമയത്തും ഇവിടെ എത്തിച്ചേരുന്നത്. മുകൾ ഭാഗത്തൂടെയൊക്കെ ആളുകൾക്ക് പാലത്തിൻ്റെ ക്രോസ് ചെയ്ത് നടക്കാം. അങ്ങനെ ഒട്ടേറെ ആക്ടിവിറ്റി ഈ പാലവുമായി ബന്ധപ്പെട്ട് ഡെയിലി നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മനോഹരമായ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ കാഴ്ചകളോടുകൂടി നമ്മൾ ഒരു ദിവസത്തെ ലണ്ടൻ യാത്ര അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ലണ്ടനിൽ നമ്മൾ രാവിലെ ഒരു 10 മണിയോടെ തുടങ്ങി വൈകുന്നേരം ഒരു 6-7 മണി വരെ ഫുള്ള് കറങ്ങിയ കുറച്ച് വിഷ്വൽസാണ് നിങ്ങളെ കാണിച്ചത്. ഓരോ സ്ഥലവും മണിക്കൂറുകളെടുത്തിട്ടാണ് കറങ്ങിയതെങ്കിലും വിഷ്വലിൽ നമ്മൾ വളരെ ചുരുക്കം മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പം ഈ ഒരു യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. യാത്രകൾ തുടരും.